ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എംഫോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബൂമറാങ്ക് ആണ്. അപ്പോൾ ബൂമറാങ്ക് എന്താണെന്ന് കുറേ പേർക്ക് അറിയാൻ പറ്റും, കുറച്ച് പേർക്ക് അറിയാൻ വഴിയില്ല. അതായത് നമ്മുടെ പൂർവികർ ആദിമ കാലങ്ങളിൽ മൃഗങ്ങളെ വേട്ടയാടാനായിട്ട് ഉപയോഗിച്ചായിരുന്ന ഒരു ആയുധമാണ് ഈ ബൂമറാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബൂമറാങ്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആളിലേക്ക് തന്നെ ഇത് തിരിച്ചു വരും. അതായത് എറിഞ്ഞ് ഹണ്ട് ചെയ്യുന്ന ഒരു ഉപകരണമായിരുന്നു ഈ ബൂമറാങ്ക്. ഇത് എറിഞ്ഞ് കഴിഞ്ഞാൽ എറിഞ്ഞ ആളുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചു വരും. അതാണ് ഈ ഒരു ബൂമറാങ്കിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളിന്ന് അതിൻ്റെ ഒരു ചെറിയ മോഡലാണ് ചെയ്യാൻ പോകുന്നത്. അതപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ നേരെ വർക്ക്ഷോപ്പിലേക്ക് ഇടാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു മൾട്ടിവുഡിൻ്റെ ഷീറ്റാണ്. ഇതിപ്പോൾ 4 mm ഒരു ഷീറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഒരു സ്കെയിൽ വെച്ചിട്ട് ഇതിൽ 30 cm നീളത്തിൽ ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ 30 cm നമ്മൾ മാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ 3 cm ആണ് നമ്മൾ വീതി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 3 cm വീതി മാർക്ക് ചെയ്തു. ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കൃത്യ അളവിൽ ചെയ്താലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അതായത് നമ്മുടെ ബൂമറാങ്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കൃത്യ അളവുകൾ പറയുന്നത് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കറക്റ്റ് 30 cm നീളം, 3 cm വീതി. അപ്പോൾ നമ്മൾ ആദ്യം ജസ്റ്റ് ഇതിൻ്റെ ഔട്ടറൊന്ന് മാർക്ക് ചെയ്യുകയാണ്. അതായത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനുള്ള ഒരു പോർഷൻ നമ്മളൊന്ന് മാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ തെർമോക്കോളൊക്കെ കട്ട് ചെയ്യുന്ന ബ്ലേഡ് വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്കെയിൽ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പീസ് കട്ട് ചെയ്തു എടുത്തു. ഇനിയിപ്പോൾ ഇതേപോലെ, അതായത് ഇതേ അളവിൽ തന്നെ നമുക്ക് അടുത്തൊരു പീസ് കൂടി എടുക്കണം. അങ്ങനെ നമ്മൾ 2 പീസാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിപ്പോൾ അടുത്ത പണി എന്ന് പറയുമ്പോൾ നമുക്കിതിൻ്റെ കൃത്യം നടുഭാഗം കണ്ടുപിടിക്കണം. അതായത് 30 cm പകുതി, അതായത് 15 cm അവിടെ വെച്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ 2 പീസിലും ഇതുപോലെ 15 cm മാർക്ക് ഇടുന്നുണ്ട്. അതായത് ഇതിൻ്റെ കൃത്യം നടുഭാഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ നടുഭാഗത്ത്, അതായത് 15 cm മാർക്കിട്ട ഭാഗത്ത് നിന്ന് 2 വശത്തേക്കും 1.5 cm നീളത്തിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ ഇട്ട ആ ഒരു പോയിന്റിൽ നിന്ന് ഇടതുവശത്തും വലതുവശത്തും 1.5 cm, അതായത് 1.5 cm നീളത്തിൽ മാർക്ക് ചെയ്യാം. ഇനി അവിടെ നമ്മൾ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ 2 സൈഡിലും വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പീസിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തൊന്നും വരയ്ക്കുന്നില്ല. ജസ്റ്റ് ഈ പീസ് 2 ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ 2 സൈഡും വരച്ചെടുത്തു. ഇനിയിപ്പോൾ 2ഉം കൂടി നമുക്ക് ക്രോസ് ആകൃതിയിൽ വെച്ചിട്ട് ഒട്ടിക്കണം. അതായത് ഒരു കുരിശ് പോലെ ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വരച്ചെടുത്തത്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കണ്ടോ, ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് വെച്ച് കഴിയുമ്പോൾ കൃത്യം സെൻറ്റർ കിട്ടും. അതായത് ഒരളവിൽ വ്യത്യാസമേ വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ സൈഡ് വശങ്ങളിൽ പശ വെച്ച് ഒട്ടിക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒട്ടുന്ന പശയായിട്ട് ഒന്നില്ലെങ്കിൽ സൂപ്പർ ഗ്ലൂവോ അല്ലെങ്കിൽ ഫെവിക്വിക്കോ ക്യുപ്ലക്സോ അങ്ങനത്തെ പെട്ടെന്ന് ഒട്ടുന്ന പശകൾ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള പശ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി തീരും. അപ്പോൾ നമ്മൾ ഇതുപോലെ ക്രോസ് ആകൃതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറയുമ്പോൾ നമുക്കിതിൽ ഒന്ന് മാർക്ക് ചെയ്യണം. ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്ന ഒരു രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഒരു റൂൾ പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതുപോലെ നമ്മൾ 4 ലീഫിൽ, അതായത് 4 സൈഡിലും നമ്മൾ മാർക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്യുന്ന പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. അതായത് ആ സൈഡ് നമുക്കൊന്ന് സ്ലോപ്പ് ചെയ്തെടുക്കാനുള്ളതാണ്. നമ്മൾ ആ വരച്ചിരിക്കുന്ന ആ ഒരു ആകൃതിയിൽ നമുക്ക് നമ്മുടെ ഈ ബൂമറാങ്ക് ഒന്ന് സ്ലോപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ മാർക്ക് ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് സ്ലോപ്പ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് ആ തെർമോക്കോൾ കട്ട് ചെയ്യുന്ന ബ്ലേഡ് തന്നെയാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നല്ല കെയർഫുള്ളായിട്ട് ചെയ്യുക. പെട്ടെന്നൊന്നും ചെത്തിയെടുക്കരുത്, നമ്മുടെ കൈ മുറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല പയ്യെ ശ്രദ്ധിച്ചിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ നൈസായിട്ട് ഓരോ പീസായിട്ട് അതിൽ നിന്ന് ചെത്തി മാറ്റാം. അപ്പോൾ അടിവശത്ത് നല്ല അതായത് ഒരു ബ്ലേഡ് കന ഉണ്ടാവാൻ പാടുള്ളൂ. അത്രയും വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് കളയാനായിട്ട്. അങ്ങനെ നമ്മൾ 4 ലീഫും ഇതേപോലെ നമ്മൾ ബ്ലേഡ് വെച്ചിട്ട് ചെത്തി കളയണം. ഓക്കെ, അങ്ങനെ നമ്മൾ 4 സൈഡും ചെത്തി എടുത്തിട്ടുണ്ട്. എന്നാലും ഇത്തിരി റഫായിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ നമ്മൾ അതൊന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഒരു സാൻഡ് പേപ്പർ എടുത്ത് നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ 4 സൈഡ് ഉരച്ചെടുക്കണം.
ഇപ്പൊ ഇത് നമ്മൾ റഫായിട്ടിരിക്കുന്ന ആ ഒരു പോർഷൻ നമ്മളിങ്ങനെ ഉരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാറ്റിൽ ശരിക്ക് തെന്നി നീങ്ങണം. നമ്മുടെ ബൂമറാങ് ശരിക്ക് ഒരു തടസ്സമില്ലാത്ത രീതിയിൽ തെന്നി നീങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്മൂത്താക്കി കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ 4 സൈഡും നല്ലോണം ഉരച്ച് നല്ല സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ, ഈ ഒരു സൈഡ് സ്ലോപ്പ് ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ അതിൻ്റെ അടിവശത്ത് ആകെ ഒരു ചെറിയൊരു ബ്ലേഡ് തന്നെ ഉള്ളൂ നമ്മുടെ ലീഫിന്. ഇതേപോലെ 4 ലീഫും നമ്മൾ നല്ല സ്മൂത്ത് ആക്കി എടുക്കുക ഉരച്ച്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബൂമറാങ്ങിന്റെ വർക്ക് കംപ്ലീറ്റ് ആയത് എങ്ങനെ എറിയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ചെത്തി മിനിക്ക് നല്ല സാൻഡ് പേപ്പർ ആക്കിയിട്ട് ഉരച്ച ഭാഗം നമ്മുടെ കൈയുടെ പുറത്തേക്ക് വരുന്ന രീതിയിൽ പിടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബൂമറാങ് തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് വരും. ഇവിടെ ചെറിയൊരു കാറ്റിന്റെ പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് കാറ്റില്ലാത്ത സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ബൂമറാങ് നല്ല വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ പണ്ട് കാലങ്ങളിൽ അവർ ഉപയോഗിച്ചിരുന്നത് ഇതേപോലത്തെ ക്രോസ് ആകൃതിയിലുള്ള ബൂമറാങ് ആയിരുന്നില്ല. അവർ ഉപയോഗിച്ചിരുന്നത് ഇതുപോലത്തെ ഒരു എൽ ഷേപ്പിലുള്ള ബൂമറാങ്. അതും മരങ്ങളിൽ, അതായത് വളഞ്ഞ മരങ്ങളിൽ അവർ കൊത്തി ഉണ്ടാക്കിയിരുന്ന ബൂമറാങ് ആയിരുന്നു ആദിമകാലങ്ങളിൽ അവർ ഉപയോഗിച്ചിരുന്നത്. ബൂമറാങ്ങിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഏകദേശം 20,000 വർഷം പഴക്കമാണ് പറയുന്നത്. അതായത് പോളണ്ടിൽ നിന്ന് ചരിത്രകാരന്മാർ കണ്ടുപിടിച്ചിട്ടുള്ള ബൂമറാങ്ങിന് 20,000 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് അവർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഒരു ബൂമറാങ് പക്ഷെ കണ്ടുപിടിച്ചത് ആഫ്രിക്കൻ വംശജരായ പൂർവികർ, അതായത് പണ്ട് കാലങ്ങളിൽ, പുരാതന കാലങ്ങളിൽ ആഫ്രിക്കൻ വംശജർ ഇത് കണ്ടുപിടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അവർ മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താ പറയുക, നമ്മുടെ വലിയ മൃഗങ്ങളൊന്നും ഇതുകൊണ്ട് വേട്ടയാടാൻ പറ്റിയിരുന്നില്ല. നമ്മുടെ ചെറിയ ചെറിയ പക്ഷികളെ, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. പക്ഷികളെന്ന് പറഞ്ഞാൽ പക്ഷികളെ നേരിട്ട് എറിഞ്ഞു പിടിക്കുന്ന രീതിയല്ല ഈ ഒരു ബൂമറാങ് വെച്ച് ചെയ്തിരുന്നത്. അതായത് ഇപ്പോൾ ഉയർന്ന് പറക്കുന്ന പക്ഷികളെയൊക്കെ ഈ ബൂമറാങ് വെച്ചിട്ട് വീശും. അപ്പോൾ അവർ പേടിക്കും. അതായത് ബൂമറാങ് എറിയുമ്പോൾ അത് വരുന്ന ദിശ കണ്ട് പക്ഷികൾ പേടിച്ചിട്ട് അവർ താഴ്ന്നു പറക്കും. ആ ഒരു താഴ്ന്നു പറക്കുന്ന ഏരിയയിൽ വല വിരിച്ചിട്ടായിരുന്നു അവർ പക്ഷികളെ പിടിച്ചിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബൂമറാങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, അതായത് വലിയൊരു പ്രത്യേകതയാണ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ കാലങ്ങളിൽ ഒരു സാധനം കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ ഒരു മോഡൽ കണ്ടുപിടിക്കും, പിന്നീട് അതിന് ഓൾട്ടർനേഷൻസ് വന്ന് അവസാനം അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫോം ഉണ്ടാവും. അതാണ് ഇപ്പോൾ നടന്നു വരുന്നത് നമ്മുടെ ഓരോ പ്രൊഡക്റ്റ് ആയാലും. പക്ഷേ ബൂമറാങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 20,000 വർഷത്തിന് മുമ്പ് കണ്ടെടുത്ത ആ ബൂമറാങ്ങിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ബൂമറാങ്ങിൽ നിന്നും യാതൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അതായത് എല്ലാ ടെക്നോളജി, അതായത് ബൂമറാങ്ങിൻ്റെ എല്ലാ ടെക്നോളജിയും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു മരത്തിൻ്റെ പീസ് അതായിരുന്നു അവർ കണ്ടെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ അതിനൊരു എന്താ പറയുക, ഇപ്പോൾ വികസിപ്പിച്ചത്, അത് നമ്മുടേതായ രീതിയിൽ യാതൊരു മാറ്റവും വരുത്തേണ്ട വന്നിട്ടില്ല. അന്നുണ്ടായിരുന്ന ബൂമറാങ് തന്നെയാണ് ഇപ്പോഴും ഉപയോഗിച്ച് വരുന്നത്. പിന്നെ ബൂമറാങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബൂമറാങ്ങിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള 2 ഐതിഹ്യങ്ങളാണ് ഉള്ളത്. അതിലൊന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലങ്ങളിൽ മനുഷ്യർ വളഞ്ഞ വടികൾ എടുത്ത് എറിഞ്ഞപ്പോൾ അത് വായുവിൽ കൂടുതൽ നേരം സഞ്ചരിക്കുന്നതും അതുപോലെ തന്നെ അത് തിരിച്ച് കയ്യിലേക്ക് വരുന്നതായിട്ട് കണ്ടു. അന്ന് കാലങ്ങളിൽ അവർ വിചാരിച്ചിരുന്നു ഈ വടികൾക്ക് മാന്ത്രിക ശക്തി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ കണ്ടിരുന്ന ഒരു രീതിയും പറയുന്നുണ്ട്. പിന്നെ പറയുന്ന ഒരു രീതി എന്ന് പറയുമ്പോൾ പക്ഷികൾ പറക്കുമ്പോൾ അവരുടെ ചിറകിൻ്റെ ആ ഒരു ആകൃതി നോക്കി അവരുണ്ടാക്കിയെടുത്ത ആ ഒരു ടൂളാണ് ബൂമറാങ്. അങ്ങനെ 2 ഐതിഹ്യങ്ങളാണ് ബൂമറാങ്ങിനെ കുറിച്ച് പറയുന്നത്. പക്ഷേ നമുക്ക് രണ്ടും വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം 20,000 വർഷം മുമ്പുള്ള ഒരു ടെക്നോളജി ആയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. 20,000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ഒരു ബൂമറാങ് അവർ കണ്ടുപിടിക്കുമ്പോൾ, അതായത് നമ്മുടെ പൂർവികർ കണ്ടുപിടിക്കുമ്പോൾ ഫിസിക്സിലെ ഏറ്റവും അതിസങ്കീർണമായിട്ടുള്ള ഒരു തത്വം തന്നെയായിരുന്നു അവിടെ ഉത്ഭവിക്കപ്പെട്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടങ്ങളിലായാലും ഈ ഒരു നമ്മുടെ ബൂമറാങ്ങിൻ്റെ ടെക്നോളജി പല സ്ഥലങ്ങളിലും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ എയ്റോപ്ലെയിനിലായാലും അതുപോലെ തന്നെ നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ ലീഫുകളിലായാലും എല്ലാത്തിലും ഈ ഒരു ടെക്നോളജി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതായത് അന്ന് കണ്ടുപിടിച്ച ഒരു ടെക്നോളജിയുടെ സഹായത്തിലാണ് ഇന്ന് പലതും കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്.
പിന്നെ പണ്ട് കാലങ്ങളിൽ പൂർവികരുടെ ഇടയിൽ നമ്മുടെ ബൂമറാങ്ക് വെച്ചിട്ട് പല മത്സരങ്ങളും നടന്നതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അകലെ നിൽക്കുന്ന ഒരു വസ്തുവിൽ കൃത്യമായിട്ട് ബൂമറാങ്ക് കൊണ്ട് എറിഞ്ഞ് കൊള്ളിക്കുക, അതുപോലെ തന്നെ പരമാവധി ദൂരം എറിഞ്ഞിട്ട് നമ്മുടെ ബൂമറാങ്ക് കൈകൊണ്ട് തന്നെ തിരിച്ചു പിടിക്കുക. അങ്ങനെ പല മത്സര രീതികളും നമ്മുടെ ഈ ബൂമറാങ്ക് വെച്ചിട്ടുണ്ടായിരുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസിന് ലഭിക്കണമെങ്കിൽ എംഫോടെക് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.